സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എന്താണ് കുക്കുംബർ അഥവാ കക്കിരി കൃഷിയുടെ വിശേഷങ്ങളാണ് ഹരിതകേരള ന്യൂസ് എന്ന ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലാണ്. അതായത് വെർട്ടിക്കൽ രീതിയിലാണ് ഈ കുക്കുംബർ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഹരിതകേരള ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃഷി രീതികൾ മുതൽ വിളവെടുപ്പ് വരെ എല്ലാ കാര്യങ്ങളും ഇത് കാണിക്കുന്നതാണ്. എന്താ പറയുക, കക്കിരിയുടെ ഗുണങ്ങളെപ്പറ്റി ആരും മറക്കരുത്. നമ്മളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം മലബന്ധമാണല്ലോ അല്ലേ? മലബന്ധമാണ് തുടക്കം. അപ്പം മലബന്ധം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്താണ്, നാരുകളടങ്ങിയ കൂടുതൽ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം വെള്ളം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ കക്കിരിയിൽ ധാരാളം നാരുകളുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുപോലെ വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, അങ്ങനെ ഒത്തിരി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കക്കിരിയിൽ. അതുപോലെ തന്നെ നമ്മളെ ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മളെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ കക്കിരി വളരെ ഗുണം ചെയ്യും. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി രീതികൾ കണ്ടുകൊണ്ട് നമുക്ക് നമ്മൾ കക്കിരി നട്ട രീതിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് 4 തടങ്ങൾ കണ്ടെത്തി, നല്ല സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട്, എന്നിട്ട് പരമാവധി മണ്ണ് ഇളക്കി നല്ല വായുസഞ്ചാരമുള്ളതാക്കി മാറ്റി, കല്ലും മുള്ളൊക്കെ കളഞ്ഞിട്ട് വായുസഞ്ചാരമുള്ളതാക്കി മാറ്റി, അതിനകത്ത് കുറച്ച് നമ്മൾ പച്ചക്കക്ക പൊടിച്ചതുണ്ടല്ലോ, അത് നമ്മൾ എന്താണ് pH ക്രമീകരിക്കാൻ വേണ്ടി തുടക്കത്തിൽ എന്തായാലും നല്ലതാണ് ഇടാൻ വേണ്ടിയിട്ട്. അതിട്ടു നന്നായി കൊത്തി ഇളക്കി. പിന്നെ നമ്മൾ ആട്ടുംകാട്ടം പൊടിച്ചതാണ് പ്രധാന വളമായിട്ട് എടുത്തത്. ആട്ടുംകാട്ടം പൊടിച്ചത് ഒരു 1/2 ബക്കറ്റോളം ഇട്ടിട്ടുണ്ട്. ഈ 4 തടത്തിൽ 1/2 ബക്കറ്റോളം ഇട്ടു. പിന്നെ ഒരു 2 പിടി എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചുറ്റും ചേർത്ത് വീണ്ടും തടം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ വിത്ത് പാകാൻ വേണ്ടി പോകുന്നത്. വിത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൈ നടാൻ പറ്റും. ഞാൻ വിത്താണ് പാകിയത്. നല്ല ഹൈബ്രിഡ് വിത്ത് തന്നെ സംഘടിപ്പിക്കണം. വിത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏത് വിത്താണെങ്കിലും ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അങ്കുരശേഷി കുറയും. അപ്പോൾ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, എപ്പോഴും നല്ല തിരക്കുള്ള കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നല്ല വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഉള്ളൊരു വിത്താണ് വാങ്ങിയത്. പച്ച കളറുള്ള, കുക്കുംബറിലെ തന്നെ പച്ച കളറുള്ള, അതാണ് ഇപ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല. ഏകദേശം വില കൂടുതലാണ്. എനിവേ അത് മേടിച്ച് നട്ടു. അപ്പോൾ നടുമ്പോൾ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈവിരൽ കൊണ്ട് ചെറിയൊരു കുഴി എടുക്കുക. വലിയ കുഴിയൊന്നും എടുക്കുക. കൈവിരൽ കൊണ്ട് ചെറിയ കുഴി എടുത്ത് അതിലേക്ക് ഓരോരോ വിത്ത് പാകി. ഞാനൊരു തടത്തിലൊരു 6-7 തൈ വിത്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം 1-2 കിളുത്തില്ലെന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെ വിത്ത് അങ്ങനെ പാകി ഒരു 3.5-4 ആഴ്ച കൊണ്ട് തന്നെ ചെറിയ ഇലകൾ വന്ന് വള്ളി വീശി തുടങ്ങി. ആ സമയം തന്നെ ഞാൻ എന്താ വെച്ചാൽ, നമ്മൾ കവുങ്ങിൻ്റെ അലക കൊണ്ട് 4-5 കാല് കൊടുത്തു. കാരണം എൻ്റെ ഒരു കോട്ടയത്തുള്ള സുഹൃത്ത് പറഞ്ഞു, കക്കിരി കൃഷി ചെയ്യുമ്പോൾ വെർട്ടിക്കൽ രീതി ചെയ്താൽ നല്ല ഫലം കിട്ടുമെന്ന്. അപ്പം ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ പരീക്ഷിക്കാമെന്ന് വെച്ചു. വെർട്ടിക്കൽ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് രീതി. അതായത് കാല് കൊടുത്തു, കാലിൽ എന്ത് ചെയ്തു, ഒരു ഫ്രെയിം ഉണ്ടാക്കി, 4-5 കാല് കൊടുത്ത് ഫ്രെയിം ഉണ്ടാക്കി, വാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളി വീശി. അപ്പോൾ ഓരോ തൈക്കും ഓരോ ചെറിയ കമ്പ് കൊത്തി കൊടുത്തിട്ട് നമ്മൾ ഈ തടത്തിലേക്ക്, അല്ല മറ്റേ എന്താണ്, പന്തിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി. പിന്നെ ചെയ്തത് ഞാൻ എന്താ വെച്ചാൽ, നമ്മൾ നെറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 7 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള നെറ്റ് വാങ്ങിയിട്ട് ഇതിനെ ഈ ഫ്രെയിമിലേക്ക് പിടിപ്പിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ട് സ്ട്രോങ് ആക്കി. ആ സമയത്തേക്ക് തന്നെ എന്ത് ചെയ്തു, വള്ളി വീശി പന്തിലേക്ക് കയറി. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ള് സ്പ്രെഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ പാടായി എന്ന് പറഞ്ഞ പോലെ അവർ ഇതിലേക്ക് കയറി വളർന്നോളും. അപ്പോൾ നമ്മൾ തടത്തിലാണ് നല്ല വളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ, പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒരു പ്രധാന വളമായിട്ടെടുത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് പച്ചക്കറിക്കാണ് നല്ലതാണ്. അപ്പോൾ വളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ശീമക്കൊന്ന ഉണ്ടല്ലോ, പെട്ടെന്ന് അരിയുന്ന എന്തെങ്കിലും ഇലകൾ സംഘടിപ്പിക്കുക. അത് ഒരു മുട്ടിയോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വെക്കുക. അപ്പോൾ ചെറുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സഹായിക്കുമല്ലോ. ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മാക്സിമം അറിഞ്ഞിട്ടാണ് ചുറ്റുവിട്ടു. എന്നിട്ട് അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, ഈ സ്ലറി എടുത്തിട്ട്, അത് സ്ലറി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു 20 ഇരട്ടി വെള്ളമെങ്കിലും വേനൽക്കാലത്താണ് ചേർക്കണം. കാരണം പച്ചച്ചാണകം പുളിപ്പിച്ച് വെച്ച് ചൂടുണ്ടാവും. പിന്നെ മുരടിൽ ഒഴിക്കാണ്ട് ശ്രമിക്കുക. അപ്പോൾ ചുറ്റും ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം കുറച്ച് മണ്ണ് വെതറി കൊടുത്തു. കാരണം ഓരോ തവണയും വളപ്രയോഗത്തിന് ശേഷം ലേശം മണ്ണ് വെതറി കൊടുക്കണം. കാരണം വേര് മുകളിലേക്ക് കയറും തോറും അതിന് ഓടിപ്പോകാനുള്ള അവസരം ഒരുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു പ്രധാന വളപ്രയോഗം, നമ്മൾ ഡെയിലി പഴമൊക്കെ കഴിക്കുന്നവരല്ലേ, പഴത്തിൽ പഴമുണ്ട്, പഴത്തിൻ്റെ തൊലിയുണ്ട്,
പിന്നെ ഉള്ളിത്തൊലിയുണ്ട്, അതിലൊക്കെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയാണ്. പഴത്തിൻ്റെ തൊലിയിലൊക്കെ അത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ അത് വെള്ളത്തിലിട്ടൊരു 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പീച്ചി പരമാവധി കൈകൊണ്ട് പീച്ചിട്ട് അപ്പോൾ അതിൻ്റെ സ്ലറി എടുത്തിട്ട് ചുവട്ടിൽ കൊഴിച്ചു കൊടുക്കാം. ചുവട്ടിലൊഴിച്ചു ഇലകളും തളിക്കാം കേട്ടോ. അത് ഇലകൾ പെട്ടെന്ന് അതിൻ്റെ ആഗിരണം ചെയ്ത് അന്നജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഇതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ വളപ്രയോഗത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഒരു കീടനിയന്ത്രണത്തിന് വേണ്ടി കാര്യമായിട്ട് ചെയ്തില്ല. കാരണം വലിയ കീടാക്രമണമൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ തടമൊക്കെ നല്ല റെഡിയാക്കി. പിന്നെ ചെയ്തത് നമ്മളെ ഈ ഇതാണ് പേസ്റ്റ് ഇല്ലേ, പല്ല് തേക്കുന്ന പേസ്റ്റ് കുറച്ചെടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ സ്ലറി എടുത്തു. പിന്നെ നമ്മൾ കൈ കഴുകുന്ന സോപ്പുണ്ടല്ലോ, അതും കുറച്ച് ഒരു 4-5 തുള്ളി ഇതിലൊഴിച്ചു. എന്നിട്ട് ഒരു സ്പ്രെയറിൽ ഒഴിച്ചിട്ട് ഇനി ഇലകളിലൊക്കെ തളിച്ചു. കാരണം ചെറിയ പ്രാണികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. ചെറിയ പ്രാണികൾ, ഈ ഇലതീനി പുഴുക്കളൊക്കെ വന്നു തുടങ്ങി. അവരെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഇത് മതി. പിന്നെ വലിയ കീടങ്ങൾക്ക് വരുമ്പം എന്തായാലും കുറച്ച് കക്കിരിയൊക്കെ കുത്തി പോയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു 98% കേടില്ലാണ്ട് ഇപ്പം തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കീടനിയന്ത്രണത്തിന് വേണ്ടി അത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വളപ്രയോഗം നട്ടതിനെ പറ്റി പറഞ്ഞു, പരിപാലിച്ചതിനെ പറ്റി പറഞ്ഞു, വളപ്രയോഗം പറഞ്ഞു, കീടനിയന്ത്രണം പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ രീതിയിൽ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടും. അല്ലാണ്ടാണ് ഏത് രീതി അവലംബിച്ചിട്ടാണെങ്കിലും ഓരോരുത്തർക്കും വീട്ടിലേക്ക് വേണ്ടുന്ന ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. വെർട്ടിക്കൽ രീതിയിൽ പരീക്ഷിച്ചത് ഗംഭീര വിജയമായിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും പരീക്ഷിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരീക്ഷിക്കാം. എന്തായാലും നമുക്കിന്നൊരു ഒരെണ്ണം കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അതിൻ്റെ തൊലിയൊന്നും കളയണമെന്നില്ല. കാരണം നമ്മളല്ലേ കൃഷി ചെയ്തത്. നമ്മൾ എന്തൊക്കെ അതിനകത്ത് വളം ഇട്ടുന്നു, എന്തൊക്കെ കീടനാശിനി കാര്യമായിട്ടൊന്നും അടിച്ചിട്ടില്ല. അടിപൊളി, ഗംഭീരം. ഇത് പച്ചയാട്ടോ, പച്ച കളറുകളാണ്. അപ്പം ഒരു സന്തോഷം പറയാനുള്ളത്, ഇപ്പം നമ്മൾ നട്ടു വളർത്തി പരിപാലിച്ച് പൂവിട്ടോന്നും കായ്ച്ചോന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി അപ്പോൾ കായ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, പിന്നെ അത് വിളവെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ആ സന്തോഷമാണ്, ആ മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ ആരോഗ്യം. മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ ആരോഗ്യം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ശരീരത്തിനേക്കാൾ വലിയ ആ മനസ്സിന് ആരോഗ്യം കിട്ടിയാൽ ശരീരത്തിനും ഒക്കെ ആരോഗ്യം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.